ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നട്ടുച്ച വ്ളോഗാണ് കേട്ടോ. എല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് അലക്കാൻ വേണ്ടിയിട്ട് നേരം വൈകിട്ടുണ്ടായിരുന്നു. ഇന്നൊരു 8:10 ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒക്കെ മട്ടിലായിരുന്നു കേട്ടോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം വൈകി. പൂജുട്ടിക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു, ഉച്ച വരെ ഉള്ളൂ. കണ്ണൻകുട്ടിക്കും ഉണ്ട്. പിന്നെ ഷാജേട്ടൻ നേരത്തെ കാലത്ത് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒക്കെ സ്ലോവിലാണ് നടന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മുടെ വീട്ടിൽ 2 ഗസ്റ്റും കൂടെ വന്നു. അപ്പോൾ അപ്പാടെ തകിടം മറിഞ്ഞു കേട്ടോ കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാൻ അലക്കാനുള്ളത് കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ നാളെ ഇതിൻ്റെ ഇരട്ടി പണിയാവുമെന്ന് വിചാരിച്ചിട്ട് അത് അപ്പാടെ തന്നെ എടുത്തിട്ട് അലക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാൻ വിചാരിച്ചു. ഞാൻ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 2:30 3 മണിയായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ നട്ടുച്ച വെയിലത്ത് തന്നെ ഞാൻ ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഒരു ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അവരോടൊക്കെ കാര്യമൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും നേരം വൈകിപ്പോയി. എന്നിട്ട് പിന്നെ അലക്കാൻ വേണ്ടിയിട്ടൊക്കെ കൂടെ എടുത്തിട്ട് ഇറങ്ങി. നമുക്കിവിടെ പുറത്തൊരു ബാത്റൂമുണ്ട്. അതിനകത്താണ് കേട്ടോ നമുക്ക് ഈ അലക്ക് കല്ലൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വെയിൽ നമുക്ക് കാര്യമായിട്ട് ബാധിക്കുകയൊന്നുമില്ല. സുഖമായിട്ട് ഇനിയിപ്പോൾ നട്ടുച്ചയ്ക്കും അലക്കാനൊക്കെ പറ്റും. പക്ഷെ ഞാൻ അപ്പോൾ ഒരു മടിച്ചിട്ട് അങ്ങനെ ഇരുന്നു. പൂജുട്ടി ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞാൻ തിരുമ്പാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങിയത്. അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ അലക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി ഉരുപ്പിഴിഞ്ഞ് അതൊക്കെ വെയിലത്തിടണം. വെയിൽ ഒരു വിധമൊക്കെ ഇങ്ങനെ ആറി വരണം. ഇനിയിപ്പോൾ ഒരു 3 മണിക്ക് ശേഷമുള്ള വെയിലേ കിട്ടുള്ളൂ. എന്നാലും വേണ്ടില്ല. നാളേക്ക് ആകുമ്പോഴേക്കും കുറച്ചും കൂടെ അധികമാവും. അപ്പം മടിയാവും. അതുകൊണ്ട് തന്നെ അപ്പാടെ വേഗം ആ പരിപാടി അങ്ങോട്ട് നോക്കി. ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. രാവിലെ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ നേരത്തെ കാലത്തെ. പക്ഷേ രാവിലത്തെ ഫുഡിൻ്റെ കാര്യങ്ങളും നമ്മുടെ ക്ലീനിങ്ങും ഷാജേട്ടൻ പോക്കും എല്ലാം കൂടെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവരൊക്കെ പോയപ്പോൾ വീട്ടിൽ നമുക്ക് 2 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും നേരം വൈകി. ഇന്നൊരു മടി ദിവസമായിരുന്നു ഒന്നാമത്. അതാണ് കേട്ടോ. അല്ലാതപ്പോൾ വന്നവരെയും പോയവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് മടിയായിരുന്നു, അതാണ് സത്യം. അപ്പോൾ പിന്നെ കാര്യമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു 10 മിനിറ്റ് ഇരിക്കട്ടെ, ഇങ്ങനെ കിട്ടുമ്പോഴല്ലേ ഇരിക്കാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് അങ്ങനെയൊക്കെ ഇരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മോട് കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട്സ് അങ്ങനെ വിളിക്കണവർ അപ്പോൾ നമുക്ക് ഗ്യാപ്പുള്ളപ്പോഴല്ലേ വിളിക്കാൻ വേണ്ടിയിട്ടും പറ്റുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അലക്കാൻ വേണ്ടിയിട്ട് നിന്നത്. അലക്കൽ കഴിഞ്ഞപ്പോഴേക്കും രണ്ടാമതും വിശന്നു കേട്ടോ. ഉച്ചയ്ക്ക് കുറച്ചേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് നമുക്കിന്ന് വിഭവങ്ങളില്ലാത്തതുകൊണ്ടല്ല, എനിക്ക് വിശപ്പുണ്ടായിരുന്നില്ല കേട്ടോ. ഉള്ളത് വെച്ചിട്ട് ഇപ്പോൾ വിശക്കുണ്ടെങ്കിൽ ചമ്മന്തി ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ വൈകിട്ടത്തേക്ക് എന്തെങ്കിലും ചായക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി കുളി കഴിഞ്ഞ് വന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ഇനി തല നനച്ചൊന്ന് കുളിക്കുക. അപ്പോൾ കുറച്ചൊരാഴ്ചയായിട്ട് 2 നേരം വെച്ച് തല നനച്ച് കുളിക്കണം. എപ്പോഴാണ് അവന് അടുത്ത പനിയോ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ ഈ ഒരു കുന്തളിപ്പ് എൻ്റെ അങ്ങോട്ട് മാറിക്കോളും. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കട്ടൻ വെക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇനി നമുക്ക് ലേശം പച്ചരി ഉപ്മാവ് ഉണ്ടാക്കാം. ഇവിടെ ഇഷ്ടമാണ് കേട്ടോ. എനിക്കും പൂജയ്ക്കൊക്കെ നല്ല ഇഷ്ടമാണ് പച്ചരി കൊണ്ട് ഉപ്മാവ് ഉണ്ടാക്കണത്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ വൈകിട്ട് ചായക്ക് വേറെ കാര്യങ്ങളൊന്നും നോക്കണ്ടല്ലോ, വയറ് ഫില്ലാവുകയും ചെയ്യും. എണ്ണ കാര്യങ്ങളോ അല്ലെങ്കിൽ പൊരിക്കടിയൊന്നും അല്ലല്ലോ, ബേക്കറിയൊന്നും അല്ലല്ലോ. അപ്പോൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കുറച്ചായി കേട്ടോ നമ്മൾ പച്ചരി ഉപ്മാവ് ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സവാള, ഒരു കുഞ്ഞ് ഇഞ്ചിയും പച്ചമുളകൊക്കെ എടുത്ത് അതൊക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി ഇനി അരിഞ്ഞ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചായ തിളയ്ക്കുമ്പോഴേക്കും അത് അങ്ങോട്ട് റെഡി ആയിക്കോളും. കുറച്ചേ ഉണ്ടാക്കണുള്ളൂ. ഞാനും പൂജിട്ടുള്ളതുകൊണ്ട് തന്നെ കണ്ണെന്ന് ഷാജൻ്റെ കൂടെ വൈകിട്ട് പോവും. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും മതി ഇന്നിപ്പോൾ ഫുഡ്. അപ്പോൾ കുറച്ച് എടുത്തുണ്ടാക്കണുള്ളൂ കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള സവാള, ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അരിഞ്ഞൊക്കെ പെറുക്കി മാറ്റി വെച്ചു. അത് കഴിഞ്ഞിട്ട് തലയില കെട്ടങ്ങടെ അഴിച്ചു വെച്ചു. ഇതിങ്ങനെ കെട്ടിയിരുന്നാൽ നീരിറങ്ങാൻ വേണ്ടിയിട്ട് സുഖമാണ്, പെട്ടെന്ന് നീരിറങ്ങും. അതുകൊണ്ട് തന്നെ ഞാൻ ആ കെട്ടങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. മുടി ഉണങ്ങുകയും ചെയ്തോളും. വൈകുന്നേരം ആകുമ്പോൾ ഉണങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാവും. പിന്നെ നമുക്ക് പനങ്കോലൊന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങും. എന്നാലും ഉണങ്ങാണ്ടിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കെട്ടങ്ങോട്ട് മാറ്റി. ഇത്ര പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ പച്ചരി വെച്ചിട്ട് നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കാം. എനിക്ക് നല്ല ഇഷ്ടമാണ്. നമുക്ക് ഈ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ, വൈരങ്കോടൊക്കെ പോകുമ്പോൾ അമ്പലത്തിൽ ഇങ്ങനെ ഉപ്മാവ് കിട്ടും. എനിക്കിഷ്ടമാണ് കേട്ടോ. നമ്മൾ അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ടേ വരുള്ളൂ. പറഞ്ഞാൽ ആ പച്ചരി ഉപ്മാവിൽ എന്താ പറയുക ടേസ്റ്റ് തോന്നും, പക്ഷേ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അതേപോലെ നമുക്ക് പറമ്പത്താവിൽ ഉത്സവ സമയത്താണോ എന്തോ അവിടുന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്തോ ഒരു പ്രത്യേക ദിവസത്ത് അവിടെ ഉണ്ടാവാറുണ്ട് കേട്ടോ. അതേപോലെ പൊടിയരി കൊണ്ട് ഉപ്മാവും പച്ചരി കൊണ്ട് ഉപ്മാവൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അതിലേക്ക് വേപ്പില കുറച്ച് പൂജിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. കടുകും വറ്റൽമുളകും പൊട്ടിയപ്പോഴാണ് എനിക്ക് കുറച്ച് ഉഴുന്നിടായിരുന്നു എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ഉള്ളി തട്ടുന്നതിൻ്റെ മുന്നേ ഒന്ന് അമാന്തിച്ച് നിന്നത് ഈ ഉഴുന്നിടാൻ വേണ്ടിയിട്ടാണ്. ഈ ഉഴുന്ന് കടിക്കുന്നത് എനിക്ക് റവയിൽ ഉപ്മാവ് സംഭവങ്ങളിലൊക്കെ ഈ ഉഴുന്നും നമ്മുടെ പരിപ്പ്, കടലപ്പരിപ്പൊക്കെ ഇങ്ങനെ
മൂപ്പിച്ചിടുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ 2 മണി അതും ഇട്ട് കൊടുത്തു. അതൊന്നും മൂത്ത് ഒരു ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മുടെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, സവാള എല്ലാം ഇട്ട് കൊടുത്തു. വേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങോട്ട് മൂക്കട്ടെ. ഇനി പാകത്തിന് വെള്ളം, ഈ വെള്ളം ശ്രദ്ധിച്ചാൽ മതി. നമുക്കിപ്പോൾ ഉണ്ടാക്കുകൊണ്ട് തന്നെ ഇതിൻ്റെ കൈ കണക്കറിയാം. ആദ്യമൊക്കെ ആകുമ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വെന്ത് ഇങ്ങോട്ട് കുഴഞ്ഞ് അവിയൽ പരുവായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ കണക്കറിയാണ്ട് തന്നെ വെറുവെറുന്നനെ കിട്ടും. നമുക്ക് ആ വെറുവെറുന്നനെ കിട്ടുന്നതാണ് ഈ ഉപ്മാവിൻ്റെ ഒരു ടേസ്റ്റ്. എല്ലാവർക്കും അറിയണ്ടാവും. ഇവിടെ ഷാജേട്ടനൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അത്. ഞങ്ങൾക്കിഷ്ടമാണ്. അതുകൊണ്ട് വൈകിട്ട് ഇങ്ങനത്തെയൊക്കെ പരിപാടികളാകുമ്പോൾ നമ്മുടെ വയറും നിറയും. രാത്രി കാര്യമായിട്ട് ഫുഡ് കഴിക്കേണ്ട ആവശ്യവും വരുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകി ഒരു 3, 4, 5 ഇപ്പം നിങ്ങൾ 2 പ്രാവശ്യം കഴുകണം കണ്ടിട്ടുള്ളെങ്കിൽ കൂടെ ഒരു 4, 5 പ്രാവശ്യം കഴുകിയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ച് പഴക്കമുള്ള പച്ചരിയ, ഒരുപാട് പച്ചരി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത്. ഇങ്ങനെ നമ്മൾ എടുത്ത് വെച്ച് പൊടിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പാടെ ഞാൻ കൊണ്ടുപോയി പൊടിപ്പിക്കാറില്ല. നമുക്ക് ആവശ്യമുള്ളത് ഇപ്പോൾ ഈ ഉഴുന്നിലേക്കല്ല, ഉഴുന്ന് ദോശയ്ക്ക് വേണ്ടിയിട്ട് അരയ്ക്കാൻ വേണ്ടി, വെള്ളപ്പത്തിക്ക് അങ്ങനെയൊക്കെയല്ലേ. പിന്നെ ഉള്ളത് ഞാൻ ചേച്ചിക്കോ അമ്മയ്ക്കോ അങ്ങനെ അരച്ചാൽ അവർക്കൊക്കെ കൊടുത്ത് അയക്കുകയും ചെയ്യും കൂടുതലുണ്ടെങ്കിൽ. ബാക്കിയുള്ളത് ഞാൻ അവിടെ വയ്ക്കുകയും ചെയ്യും. ഇതൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ പാകത്തിന് വെള്ളമൊഴിച്ച് ഉപ്പ് ഇട്ടിട്ടാണ് തിളയ്ക്കാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കുക. തിളച്ച് കഴിയുമ്പോൾ ഈ കഴുകിയിരിക്കണ പച്ചരി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഒന്ന് തിളച്ച് വരുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഹൈ ഫ്ലെയിം ഉള്ളതൊരു സിമ്മിലിട്ട് വയ്ക്കുക. അങ്ങനെ വെന്തിട്ട് ആ ഒരു സിമ്മിൽ കടന്ന് വേവുമ്പോഴേക്കും ഈ വെള്ളം വേവും എല്ലാം കറക്റ്റ് പാകാവും കേട്ടോ. അപ്പോൾ 1 മണി ഇല്ലാണ്ട് നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചിട്ട് അത് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുക. അത്രയേ ഉള്ളൂ. ഇതിനകത്തേക്ക് ഇനി നമുക്ക് തേങ്ങ വേണം. തേങ്ങയാണ് കേട്ടോ നമുക്ക് വലിയ കഷ്ടം. ഇനിയിപ്പോൾ ഒരെണ്ണം ഉള്ളതാണിത്. ഇനിയൊരു കുച്ചാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റാത്തയാ. ഇതൊക്കെ പൊളിച്ച് വരുമ്പോഴാണ് ഒരു ഒട്ടുമിക്കതും പൊട്ടയാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പൊളിക്കാൻ വേണ്ടിയിട്ടും വലിയ പാടാട്ടായി ഉണങ്ങി ഇങ്ങോട്ട് ഇതായിട്ടുണ്ടാവും. അതുകൊണ്ട് അതുമ്പോൾ കടന്നിട്ട് മൽപ്പിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് പൊട്ടിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടയായിരിക്കും, ചിലപ്പോൾ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ പൊളിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുക. ഇങ്ങനെ തേങ്ങ പണ്ടൊക്കെ അല്ല കേട്ടോ. എനിക്കൊരു 3, 4 മാസം മുന്നേ എനിക്ക് കയ്യിൽ നല്ല പെയിനായിരുന്നു, വലത് കയ്യിന്. പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല. എങ്ങനെയൊക്കെയോ എനിക്കത് അങ്ങോട്ട് മാറിപ്പോയി. എനിക്കിങ്ങനെയൊക്കെ പൊളിക്കിച്ച് കഴിഞ്ഞാലൊക്കെ അന്നത്തെ ദിവസം ഉറങ്ങാൻ പറ്റില്ല. ഇപ്പം ആ വലിയ പാടൊന്നുമില്ല കേട്ടോ. ആ വേദന എങ്ങോട്ടോ പോയി. നമ്മളിവിടെ ചങ്ങമ്പള്ളി ആയുർവേദ നഴ്സിംഗ് ഹോമിലൊരു ലേഡി ഡോക്ടറെ കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല ഡോക്ടറാട്ടോ. ആ മരുന്ന് കുടിച്ചിട്ടാണ് എനിക്ക് മാറിയത്. നാളികേരമൊക്കെ പൊളിച്ചിട്ട് അത് പൊട്ടിക്കാൻ വേണ്ടി ജമ്മുണ്ടെങ്കിൽ പറ്റണില്ല. ഞാൻ ഇരുന്നിട്ടും നിന്നിട്ടും കിടന്നിട്ടും നോക്കി നടക്കണില്ല. ലാസ്റ്റ് ഞാനതെടുത്ത് ഇങ്ങനെ നിലത്ത് വെച്ച് കുത്തി വയ്ക്കുമ്പോൾ അത് അപ്പാടെ പൊട്ടൻ്റെ മേലേക്ക് തെറിച്ചു. കെട്ട സ്മെല്ല്. അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് എൻ്റെ ഡ്രസ്സ് മാറി. അതുകൊണ്ടാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡ്രസ്സിൽ കാണുന്നത് അതൊരു മാതിരി ബാഡ് സ്മെല്ല് എന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്മെല്ല്. അത്രയും പൊട്ടയായിരുന്നു കേട്ടോ നാളികേരം. അപ്പോൾ ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് നമ്മുടെ ആ കുഞ്ഞാപ്പിയും കൂടെ ഒന്ന് പൊളിച്ച് നോക്കിയപ്പോൾ അതിലിങ്ങോട്ട് ചിരകാൻ പറ്റാത്ത അത്ര കുഞ്ഞത് ഒരു എലിയുടെ അത്രയേ ഉള്ളൂ. എന്നാലും എങ്ങനെയൊക്കെയോ ഞാൻ ചിരകി എടുത്തു നമ്മുടെ ഉപ്മാവയ്ക്ക് വേണ്ടിയിട്ട്. ഇതിലേക്ക് നാളികേരം കൂടുതൽ ഇടുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. അതുകൊണ്ട് തന്നെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചിരകി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ നാളികേരം ഇടാണ്ട് കഴിക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് ആട്ടോ. ഇട്ടിട്ട് കഴിക്കുമ്പോൾ അടിപൊളിയാണ്. എനിക്ക് നാളികേരം ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ അതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. നല്ല വിശക്കുണ്ട് കേട്ടോ ഇപ്രാവശ്യം. ഇന്ന് ഉച്ചയ്ക്ക് ഫുഡും വലിയ കാര്യമായിട്ട് സുഖമായിട്ട് കഴിച്ചിട്ടില്ല. പൂജട്ടി കൊണ്ടുപോയ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടാളും ഇങ്ങനെ വിശന്ന് പൊരിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഈ കണ്ട പരിപാടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് വിറക് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, ഓലക്കൊടിയും കാര്യങ്ങളൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ മടിച്ചിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ അലക്കൽ കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് ഇനി ഒരുപാട് സമയം കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നേരത്തെ കാലത്തെ ചായ കുടിച്ചിട്ട് വിളക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഉപ്മാവൊക്കെ വിളമ്പി കട്ടൻ ചായയൊക്കെ റെഡിയാക്കി 2 ഗ്ലാസ്സൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുടിക്കില്ല, എനിക്ക് അതിൻ്റെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കപ്പിലൊക്കെ എടുത്തിട്ട് നമുക്ക് ഉമ്മറത്ത് പോയിട്ടിരുന്നിട്ട് കഴിക്കാം കേട്ടോ. നമ്മൾ ഉമ്മറത്ത് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു ഫീലില്ല പോയിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ പറമ്പിലെ മരം മൊത്തം വെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടേക്ക് നല്ല വെളിച്ചം. അവിടേക്ക് നോക്കുമ്പോൾ ഒരു ഒരു പച്ചപ്പിൻ്റെ ഭംഗിയില്ല. അപ്പോൾ മൊത്തം അങ്ങോട്ട് വെട്ടി തമർന്ന് കിടക്കുക. അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് ഞങ്ങളിരുന്ന് ചായയൊക്കെ കുടിച്ചു. ഇത് ഇഷ്ടമാവണവർക്ക് ഈ സംഭവം ഇഷ്ടമാവും കേട്ടോ. ഈ ഉപ്മാവ് വർഗ്ഗങ്ങളിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ റവ ഉപ്മാവിനെക്കാട്ടിലും ഇഷ്ടതാ. പിന്നെ നമ്മുടെ ഇതല്ലേ ചോളത്തിൻ്റെ പൊടി, അതിപ്പോൾ കിട്ടാറില്ല. മുന്നൊക്കെ അംഗനവാടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും പറയാം. നിങ്ങൾക്കൊക്കെ കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. അന്നൊരു ഇങ്ങനെ കുറുക്കിയിട്ടൊരു തരലുണ്ട്, ഒരു യെല്ലോ കളറിൽ നമ്മുടെ ചോളപ്പൊടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു ഓർമ്മയൊക്കെ പറഞ്ഞ് അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് നമ്മുടെ ചെടികൾക്ക് ഒരിറ്റ് വെള്ളം കൊടുക്കുക. നമ്മുടെ വയറ് മാത്രം നിറഞ്ഞാൽ പോരല്ലോ, അവറ്റങ്ങൾക്കും കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഞാൻ ഇനി കുറച്ച് ചെടികൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് വല്ലാണ്ട് പരിപാലിക്കേണ്ടാത്ത ചെടികൾ ഉണ്ടാവില്ലേ, 10 മണി അങ്ങനെയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നടാൻ വേണ്ടിയിട്ട് നിൽക്കണം എന്ന് വിചാരിക്കും. കണ്ണാപ്പിയോട് പറഞ്ഞിട്ടുണ്ട് അവിടുന്നേലും കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഈ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങാത്ത കാരണം എഴുതുന്നു. ഇപ്പോൾ ചെടി കിട്ടാൻ വേണ്ടിയിട്ടൊന്നും വലിയ ഇറങ്ങാത്തതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സിൻ്റെ ഒക്കെ വീട്ടിൽ എൻ്റെ വീട്ടിലൊക്കെ പോവുകയാണെങ്കിൽ കിട്ടാം എളുപ്പം.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുവരെ. ടാറ്റാ ബൈ ബൈ, സീ യു.